എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ആലു പൊറോട്ടയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഐറ്റംസ് ആണ് ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിനെ ഒന്ന് അരിഞ്ഞ് ഈ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനൊപ്പം തന്നെ ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. ഇത് ഗോതമ്പ് പൊടിയാണ്. അതോടൊപ്പം 2 സവാള, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി അല്ലികൾ, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില. ഇവിടെ മസാലയായിട്ട് ഞാൻ എടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ, പിന്നീട് കടുക്, നെയ്യ്, സൺഫ്ലവർ ഓയിൽ, ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങിനെ ഇങ്ങനെ ഒന്ന് കട്ടാക്കുക. ഞാനിത് മൊത്തത്തിൽ തൊലിയൊന്നും കളയുന്നില്ല, ഇങ്ങനെ തന്നെ പുഴുങ്ങാൻ പോവുകയാണ്. കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിലടിപ്പിച്ചാൽ ഇത് വെന്ത് കിട്ടും നല്ലപോലെ. കണ്ടോ, ഒരു ഉരുളക്കിഴങ്ങ്, വലിയ ഉരുളക്കിഴങ്ങാണല്ല. അപ്പോൾ ഒന്ന് 4ആയിട്ട് മുറിച്ച് ഞാനത് കുക്കറിൽ വെള്ളമുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങും ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞത് വേവിക്കാൻ പോവുകയാണ് ഇപ്പോൾ. അപ്പം ഞാനിപ്പോൾ ഒന്ന് വേവിച്ച് കൊണ്ടുവരാം. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് മാവ് കുഴയ്ക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിത് ഒരു 3 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. നമുക്ക് മാവ് കുഴയ്ക്കാൻ തുടങ്ങാം. ഞാൻ ഈ ചെറിയ കപ്പിന് ഗോതമ്പ് പൊടിയാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. 1, ഇത് 2, 3. ഇനി അതിനോടൊപ്പം ഞാൻ 1 കപ്പ് ഞാൻ മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മൈദപ്പൊടിയും ഗോതമ്പൊടിയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച്. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത്, ഈ മാവ് മിക്സ് ചെയ്യുമ്പോൾ എല്ലാവരും നോക്കണം കേട്ടോ, ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ആയിരിക്കരുത്. അത്രയും അങ്ങ് മൃദുവാക്കി എടുക്കരുത്, സോഫ്റ്റ് ആക്കി എടുക്കരുത്. ഇത് കുറച്ചൊരു കട്ടി ഉണ്ടാവണം ഈ മാവിന്. ഇല്ലെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ അകത്ത് നമ്മൾ ആ ഫില്ലിങ്സ് ഒക്കെ വെച്ച് പരത്തുമ്പോഴേ അതങ്ങ് പൊട്ടിപ്പോകും. അപ്പോൾ എല്ലാവരും നോക്കുക. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കട്ടല്ല ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം. കാരണം ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയാണ് ഈ ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വലിയ വീഡിയോകൾ കാണുവാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. കുക്കിങ്ങിനോട് താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ വീഡിയോകൾ കാണുക. കുക്കിങ്ങിനോട് താല്പര്യമില്ലാത്തവരെല്ലാം സ്കിപ്പ് അടിച്ചങ്ങ് പോവുക. ഞാൻ ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നുള്ളൂ ഞാൻ വീഡിയോകൾ. കുക്കിംഗ് അത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല, അത്ര പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുന്ന കാര്യവുമല്ല. അത് നമ്മൾ മനസ്സറിഞ്ഞ് തന്നെ ചെയ്യണം കുക്ക് ചെയ്യുമ്പോഴത്തേക്കും. എങ്കിലേ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഫുഡിന് അതിൻ്റെതായിട്ടുള്ള രുചി കിട്ടുകയുള്ളൂ. നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇത് ഒരു മീഡിയത്തിൽ നമ്മൾ കുഴച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് പതിയെ കുഴച്ചെടുക്കുക. അർജൻറ്റ് പിടിക്കരുത്. ഒരു പാചക രീതിയിലും അർജൻറ്റ് പിടിച്ച് ചെയ്യരുത്. ഒന്നും ഉണ്ടാക്കുമ്പോൾ ഏത് ഫുഡാണെങ്കിലും വളരെ പതിയെ ശ്രദ്ധാപൂർവം ചെയ്തെടുക്കേണ്ട കാര്യം തന്നെയാണ്. കുക്കിങ്ങും ഒരു കല തന്നെയാണ്. വീട്ടിൽ അമ്മമാരുണ്ടാക്കി തരുമ്പോഴത്തേക്കും ചുമ്മാ ചെന്നിരുന്ന് കഴിച്ച് എഴുന്നേറ്റ് കൈയും കഴുകി പോകുന്നതല്ല. അതിൻ്റെ പിന്നിൽ അവരുടെ കഠിനമായ ഒരു അധ്വാനത്തിൻ്റെ കഥയുമുണ്ട്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. കുക്കിംഗ് എന്നത് പെണ്ണുങ്ങളുടെ മാത്രം ഒരു ജോലിയൊന്നുമല്ല. വീട്ടു ജോലിയും കാര്യങ്ങളെല്ലാം പെണ്ണുങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നുള്ള ആ ഒരു മനസ്ഥിതിയൊക്കെ മാറേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആൺപിള്ളേർ രാവിലെ എഴുന്നേറ്റ് ഉടനെ അമ്മേ ചായ ഇല്ലെങ്കിൽ എടി ചായ എന്ന് പറയുന്ന ആണുങ്ങളാണ് ഇപ്പോഴും അധികം. ആ ഒരു മനസ്ഥിതിയൊക്കെ മാറണം.
പെണ്ണുങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങട്ടെ, അവരും ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോയി അവരുടെ കാര്യങ്ങൾ അവരും നോക്കട്ടെ. വീട്ടിലെ കാര്യങ്ങൾ നമുക്കും കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അവരെ. ഇതപ്പോൾ ഒരു ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിക്ക് നമ്മൾ കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കട്ടിപ്പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ അതിനൊന്ന് യോജിപ്പിക്കാൻ പോവുകയാണ്. പലരും പറയാറുണ്ട് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കുന്നു. ഇതാണ് ചപ്പാത്തിയുടെ മിക്സിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ റൊട്ടിയും കാര്യങ്ങളൊക്കെ കട്ടിയായി പോകുന്നത്, ചപ്പാത്തിയും കാര്യങ്ങളെല്ലാം കട്ടിയായി പോകുന്നത്. അപ്പോൾ നമ്മൾ ആ മിക്സിങ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും മാവ് കട്ടിയായി പോവുകയില്ല. ഈ എണ്ണ ചേർക്കുമ്പോൾ ഒന്ന് ശകലം കൂടി ഒന്ന് മൃദുവായി കിട്ടും. അത് മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ശകലവും കൂടി എണ്ണ ഇങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് ഈ മാവിനെ നമുക്കൊരു അരമണിക്കൂർ ഒന്ന് മൂടി ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് പിന്നീട് അരമണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ മാവും കുഴച്ച് കഴിഞ്ഞു, അവിടെ ഉരുളക്കിഴങ്ങും വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇവിടെയുള്ള ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം നമുക്കെല്ലാം ഈ സമയം. എല്ലാം ഒന്ന് കുനുകുന ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ആലു പൊറോട്ട കഴിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ആർക്കൊക്കെയാണ് ആലു പൊറോട്ട ഇഷ്ടം. ഇഞ്ചിയും അങ്ങനെ തന്നെ കുനുകുന ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇഞ്ചിയൊക്കെ വലുതായി കിടന്നാലേ ഇതിൽ നമുക്ക് ആ കടിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല സത്യത്തിൽ ഇഞ്ചി കടിക്കുന്നത് ഭക്ഷണത്തിൽ. ചിലർ വലിയ വലിയ പീസായിട്ടൊക്കെ അരിഞ്ഞിടുന്നത് കാണാം, അവർക്ക് ഇഞ്ചി ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. എനിക്ക് ഇഞ്ചി അങ്ങനെ ഫുഡിൽ കഴിക്കുന്നത് അല്ലെങ്കിൽ കടിക്കുന്നത് എനിക്കിഷ്ടമല്ല. നമുക്ക് അതേപോലെ തന്നെ ഈ വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞെടുക്കാം. ചെറുപ്പത്തിൽ ഇതേപോലെ തന്നെ ഒട്ടും ഇഷ്ടമില്ലാതിരുന്നൊരു ഭക്ഷണമായിരുന്നു, ഒരൈറ്റമായിരുന്നു മുരിങ്ങാക്കോൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കഴിക്കാറുണ്ട് മുരിങ്ങാക്കോൽ, എനിക്കിഷ്ടമാണ് മുരിങ്ങാക്കോൽ. ഇപ്പോൾ അതേപോലെ മുരിങ്ങയില, ഇതൊന്നും ചെറുപ്പത്തിൽ കഴിക്കില്ലായിരുന്നു, ഇപ്പം അതൊക്കെ ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റം പിന്നീട് നിർത്തിയത് പോർക്കാണ്. ഇപ്പോൾ പോർക്ക് എന്താണെന്നറിയില്ല, കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് അത് ശാരീരികമായി വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോർക്ക് കഴിക്കലങ്ങ് നിർത്തി. നമുക്കിപ്പോൾ പച്ചമുളക് കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാമോ, മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ആദിമ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏകദേശം ഒരു 26 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു വിപ്ലവകരമായ ഒരു മാറ്റമുണ്ട്. ആ മാറ്റത്തിൽ നിന്നാണ് ഇന്നീ കാണുന്ന നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ കഥയും പറഞ്ഞ് ഇങ്ങനെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് പലതരം രുചികരമായ ഭക്ഷണങ്ങളുണ്ടാക്കി, നമുക്ക് പേര് പോലും അറിയാത്ത എത്രയോ തരം ഭക്ഷണങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ ഒരു വിപ്ലവകരമായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദിമ മനുഷ്യൻ ആദ്യം മരങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. 4 കാലിൽ നടക്കുന്ന ഒരു ജീവിയായിരുന്നു മനുഷ്യൻ. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. സയൻസ് ഇപ്പോൾ പല കാര്യങ്ങളും കണ്ടുപിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതം, പുരാതന ആൻഷ്യൻ ഹിസ്റ്ററി എല്ലാം. അപ്പോൾ ആ ഒരു വിപ്ലവകരമായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടിയാണ് ആ ഒരു മാറ്റം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകൃതി ആ സമയത്ത് മരങ്ങളിൽ താമസിച്ചിരുന്ന മനുഷ്യന് ഭക്ഷണം കുറവായ ആ സമയത്ത് വലിയ ഒരു വരൾച്ച വരികയും മരങ്ങളിൽ ഇലകളോ പഴങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം വരികയും 4 കാലിൽ മരത്തിൻ്റെ മുകളിൽ മാത്രം താമസിച്ചു കൊണ്ടിരുന്ന മനുഷ്യന് താഴത്തേക്ക് ഭക്ഷണം തേടി ഇറങ്ങേണ്ടതായിട്ടുള്ള ഒരു സമയം വരികയും, അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം പുല്ലുകളും ഇതൊക്കെ തന്നെയാണ് ആദ്യം കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവൻ ഭക്ഷണം തേടി അലയുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ മറ്റുള്ള മൃഗങ്ങൾ ഭക്ഷിച്ച് ഉപേക്ഷിച്ചു പോയ എല്ലിൻ കഷ്ണങ്ങളും മറ്റും അവൻ അതിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തുകയും അതിനുശേഷം
അവന് ഏതോ കാട്ടുതീയിൽ വെന്ത ഒരു മാംസ കഷ്ണം കിട്ടുകയും അങ്ങനെ അവനത് കഴിക്കുകയും അങ്ങനെ അവനതിൻ്റെ രുചിയും അവന് കഴിക്കുവാൻ എളുപ്പമാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത ആ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം, അവിടെ നിന്നാണ് മനുഷ്യൻ ഭക്ഷണം പാകം ചെയ്യുവാൻ തുടങ്ങുന്നത്. ആ പാകം ചെയ്യലിൽ നിന്നാണ് മനുഷ്യന്റെ തലച്ചോറിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഏകദേശം 450 ക്യൂബിക് സെന്റിമീറ്റർ ഉണ്ടായിരുന്ന മനുഷ്യന്റെ തലച്ചോറ് ഇപ്പോൾ നമുക്ക് ഒരുപാട് വളർന്നു, നമുക്ക് ചിന്തിക്കുവാനും കഴിയുവാനും നമ്മൾ ചൊവ്വയിലേക്ക് വരെ പോകുവാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രനിൽ നമ്മൾ ഒരുപാട് കാലം മുന്നേ തന്നെ കാലുകുത്തി മറ്റുള്ള പ്രപഞ്ചങ്ങൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു മാറ്റത്തിലേക്ക്, വളരെ വിപ്ലവകരമായ ഒരു മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള കാലറീസ് ഒരിക്കലും വെജിറ്റബിൾസിൽ നിന്ന് മാത്രം കിട്ടുകയില്ല. മരത്തിന്റെ മുകളിൽ നിന്ന് മനുഷ്യൻ താഴത്തേക്ക് ഇറങ്ങി മാംസഭക്ഷണം എന്ന് കഴിക്കാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയാണ് അവന് ആവശ്യത്തിനുള്ള തലച്ചോറിന് ആവശ്യമുള്ള എനർജി കിട്ടുകയും അവൻ ചിന്തിക്കുവാൻ തുടങ്ങുകയും എല്ലാം ചെയ്തത്. അങ്ങനെയാണ് ആ ഒരു വിപ്ലവകരമായ മാറ്റമാണ് മനുഷ്യനെ ഇന്ന് കാണുന്ന മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയത് മുതലാണ് മനുഷ്യനായി മാറുന്നത്. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഫില്ലിങ്സ് ഉണ്ടാക്കുവാൻ തുടങ്ങാം നമുക്ക്. ആ ഉരുളക്കിഴങ്ങൊന്ന് പൊളിച്ചെടുക്കാം. എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരിയ ചൂടുണ്ട്, ആ ചൂടോടുകൂടി തന്നെ ഒന്ന് പൊളിച്ചെടുക്കുക. ഇങ്ങനെ എല്ലാം തന്നെ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം പൊളിച്ചു കഴിഞ്ഞിട്ടോ നമുക്കിനിയിപ്പോൾ അതിന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. മാഷ് പൊട്ടറ്റോസ് ഇങ്ങനെ എല്ലാം നല്ല കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെക്കി പൊടിച്ചു കൊടുക്കുക. എല്ലാം ചൂടുണ്ട് കേട്ടോ, അത്യാവശ്യം ചൂടുണ്ട്. ഞാൻ ആ ചൂടിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. അത്യാവശ്യം പൊടിയണം കേട്ടോ, ഇല്ലെങ്കിലേ നമ്മൾ പരത്തുമ്പോഴത്തേക്ക് അതൊരു ക്ലിയർ ആയിട്ട് കിട്ടില്ല നമുക്ക്. അപ്പോൾ നമ്മൾ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. ആ മസാല ചേർത്തൊന്ന് റെഡിയാക്കി എടുക്കാം ഫില്ലിങ്. നമുക്കപ്പോൾ ഫില്ലിങ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. നമുക്ക് ആദ്യം അടുപ്പ് കത്തിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് കൊടുക്കാം. ഞാൻ ചെയ്യുന്ന റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. അങ്ങനെ ഒരുപാട് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറ്റുന്ന പോലെ വീട്ടിലുണ്ടാക്കി നിങ്ങളൊന്ന് അതിൻ്റെ രുചിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ളു കടുക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള സവാളയും പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമുക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ചപ്പോഴും നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിനുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. നമുക്കപ്പോൾ ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ എന്ന് വെച്ചാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടിയും ചേർക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് വേവിച്ചുടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നുകൂടി പൊടിച്ചൊന്ന് മിക്സാക്കി കൊടുക്കാം. മസാല ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് മല്ലിയിലിട്ട് നല്ലൊരു രുചിയാണ് കേട്ടോ ഇതിന് വരുന്നത്. മല്ലിയില വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കേരളീയർക്ക് പലരും മല്ലിയിലയുടെ രുചി അത്രയും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ആലു പൊറോട്ടയുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് എടുത്തുകൊണ്ട് പോയിട്ട് റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഒന്ന് പരത്തി എടുത്തിട്ട് അതിൻ്റെ ഫില്ലിങ്സ് വെച്ച് നമുക്ക് ചുട്ടെടുക്കാൻ തുടങ്ങാം. നമ്മുടെ മാവ് കുഴച്ച ഇവിടെ റെഡിയാണ്. അതേപോലെ ഇവിടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പരത്തി എടുക്കാൻ തുടങ്ങാം. ആദ്യം ഈ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു ചപ്പാത്തിയുടെ ഒരു ഉരുള ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അത് ഇങ്ങനെ എടുത്ത്
ഒരെണ്ണം നമുക്കിവിടെ ഇങ്ങനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്ത ഒരെണ്ണം കൂടെ എടുത്ത് അതേപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം നമുക്ക്. ഇപ്പോൾ 2 ചപ്പാത്തി നമ്മുടെ അടുത്ത് ഏകദേശം ഒരേ വലിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. കണ്ടോ, അതിനുശേഷം അടുത്ത ചപ്പാത്തി എടുത്ത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടെ മാവ് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇതിന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് മാവ് ഇട്ട് ഒന്നിങ്ങനെ സൈഡ് മാത്രം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആവശ്യത്തിനുള്ള ആ ഒരു നമ്മുടെ ഫില്ലിങ്സ് ഉണ്ടല്ലോ എല്ലാ ഭാഗത്തും ചെല്ലുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു റൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ അകത്ത് എല്ലായിടത്തും ആയിട്ടുണ്ട് ആ മസാല. നല്ല വലിയ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഇതെല്ലാം ചുട്ടെടുക്കാൻ നോക്കാം. നമുക്ക് സമയം കളയാതെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. തവ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കത്തിച്ചു കൊടുക്കാം. തവ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ടിട്ട് ചുട്ടെടുക്കാം. ആദ്യം തന്നെ ഒരിക്കലും എണ്ണയും കാര്യങ്ങളൊന്നും ഒഴിക്കരുത്. ആദ്യം ചുമ്മാതെ ആ ചൂടായ തവയിൽ ഒന്നിട്ട് ചുട്ടെടുക്കുക. തിരിച്ചും മറിച്ച് വിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇടുക. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് എല്ലാവർക്കും പരത്തി കൊടുക്കുക. ഈ വശത്തും അതേപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നെയ്യ് ഒഴിച്ച് ഉടനെ തന്നെ പരത്തി കൊടുക്കുക എല്ലായിടത്തേക്കും. നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം തിരിച്ച് മറിച്ച് വിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഇതൊരെണ്ണം റെഡി ആയിട്ടുണ്ട്. സൈഡാണ് നമുക്ക് ആദ്യം ഒന്ന് വെന്ത് കിട്ടേണ്ടത്. സൈഡിലാണ് കുറച്ച് കട്ടിയുള്ളത്. സൈഡ് വെന്ത് കിട്ടണം നല്ലപോലെ. ഇത് നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടുപ്പത്തിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അല്പം തീ കൂട്ടി വെച്ച് തന്നെയാണ് ചുടുന്നത് ഞാനിപ്പോൾ. നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എണ്ണ വേണ്ടവർക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഒരിക്കലും എണ്ണ ഒഴിച്ച് കൊടുക്കരുത്. അതൊന്ന് ഒരു വശം ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം തിരിച്ചിടുക. അതിനുശേഷം മാത്രമേ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ എണ്ണ ഇങ്ങനെ
നമ്മുടെ ചട്ടുകം കൊണ്ടൊന്ന് പരത്തി കൊടുക്കണം. എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുകയാണ് എണ്ണ. ഉണ്ടോ? ഇപ്പം അത് നല്ലപോലെ പൊങ്ങി വരും. നോക്കിക്കോ എല്ലാവരും. നോക്കിക്കോളൂ, നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് ഇപ്പോൾ പൊറോട്ട. നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട് പൊറോട്ട. ഇങ്ങനെ രണ്ട് വശവും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കണ്ടോ ആ പൊറോട്ട എങ്ങനെ പൊങ്ങി വരുന്നതെന്ന് നോക്കി എല്ലാവരും നോക്കിക്കോളൂ. പൊറോട്ട പൊങ്ങി വരുന്നതിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടോ? അമർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ പൊങ്ങിയിരുന്നോട്ടെ. നമുക്ക് പതിയെ വേവിച്ചെടുക്കാം. ഇങ്ങനെ രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേവിക്കുക. സൈഡിൽ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. നമ്മൾ 2 പൊറോട്ട 2 ചപ്പാത്തി ഒരുമിച്ച് ചേർത്ത് വെച്ച് അതിൻ്റെ അകത്ത് ഫില്ലിങ്സ് വെച്ചാണ് നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സൈഡ് വേവാൻ കുറച്ച് സമയം എടുക്കും. നല്ലപോലെ സൈഡ് വേവിച്ചെടുക്കുക. എല്ലാ പൊറോട്ടയും ഇങ്ങനെ 2 വശവും ഒന്ന് ചെറുതായിട്ട് മുരിയിച്ച് അതിന് ശേഷം എണ്ണ ഇട്ട് കൊടുത്ത്, ഇവിടെ നെയ്യ് അത്ര താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സാധനം. ഈ പൊറോട്ട കുറച്ച് കട്ടിയുള്ളതാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ലപോലെ ആ ഫില്ലിങ്സ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. കയ്യിൽ ഉണ്ട പിടിഞ്ഞ് അതിൻ്റെ അകത്ത് ആ ഫില്ലിങ്സ് വെച്ച് അതിനെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആലു പൊറോട്ട എല്ലാം ചുട്ട് കഴിഞ്ഞു, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് കഴിക്കാൻ പോകണം. എൻ്റെ ഇന്നത്തെ ഡിന്നറാണിത്. അപ്പം ഞാനതിൻ്റെ കൂടെ ഒന്ന് തൊടാനായിട്ട് കുറച്ച് ചട്നി എടുത്തേക്കുന്നത്, ടൊമാറ്റോ ചട്നിയാണിത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം നിങ്ങൾക്ക്. ഇതിങ്ങനെ വെറുതെ കഴിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ആലു പൊറോട്ട ഒന്ന് വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്യുക. നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാരെല്ലാവരും നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾക്ക് ലൈക്ക്, ഷെയർ, കമൻറ്റെല്ലാം ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.